എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി എക്സാം എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. ഇക്കാര്യം ശ്രദ്ധിച്ചില്ലേ പണി കിട്ടും. വിശദമായ വാർത്തയിൽ തന്നെ നടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്ത നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി എക്സാം എഴുതാൻ പോകുന്നവർ നിർബന്ധമായി ശ്രദ്ധിക്കുക. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. തീർച്ച തന്നെയാണ് പ്രിയ വിദ്യാർത്ഥികൾ പറയുന്നത്. ഇന്ന് ജനുവരി മാസം 1-ാം തീയതിയാണ്. ജനുവരി മാസം 6-നാണ് ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ആരംഭിക്കുന്നത്. ജനുവരി 1 ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ ഇനി എല്ലാം പഠിക്കാമെന്ന് വെച്ചാൽ സമയമില്ല. അപ്പോൾ 3-4 വട്ടമൊക്കെ സപ്ലി എഴുതിയിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികളാണ്. വീണ്ടും വീണ്ടും അത് എഴുതിയിട്ട് കിട്ടുന്നില്ല, എന്നിട്ടും വീണ്ടും ശ്രമിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും പറയാനുള്ളത്, നിങ്ങളൊരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ നോക്കുക. കാരണം ആ ക്വസ്റ്റ്യൻസ് പഠിക്കാന്നല്ല, ആ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് മാത്രം പഠിക്കാൻ ശ്രദ്ധിക്കുക. പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് അവസാന ചാൻസ് ആണെന്നുള്ള വിവരം ശ്രദ്ധയപ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ സാധിക്കില്ല. പകരം യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെന്ററി എക്സാമിനേഷനും മെയിൻസി ചാൻസ് പരീക്ഷകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിലവിൽ 2016 വരെ മാത്രമേ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്തിട്ടുള്ളൂ. 2017 പെൻഡിംഗ് ഉണ്ട്, 18 പെൻഡിംഗ് ഉണ്ട്, 19 പെൻഡിംഗ് ഉണ്ട്. ഇത് ഇവ 3-നും ശേഷമാണ് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ എക്സാം ഇനി ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നാം സെമസ്റ്റർ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും ആ പരീക്ഷ ഗൗരവമായി കാണുക, എന്നിട്ട് ജയിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് ഇനി എക്സാം നോക്കുക വേണ്ട. കാരണം സ്പെഷ്യൽ സപ്ലിമെന്ററി ഞാൻ പറഞ്ഞു, 2017 പെൻഡിംഗ് ഉണ്ട്, 18 പെൻഡിംഗ് ഉണ്ട്, 2017 പെൻഡിംഗ് ഉണ്ട്, 2018 പെൻഡിംഗ് ഉണ്ട്, 2019 പെൻഡിംഗ് ഉണ്ട്. അതിനുശേഷം മാത്രമേ 2020 എക്സാം കോൾ ഫോർ ചെയ്യുള്ളൂ. ഒരു 5 വർഷത്തേക്ക് നോക്കുക വേണ്ട. അതുകൊണ്ട് തന്നെ തീർച്ചയായും 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ നല്ല ഗൗരവമായിട്ട് കാണുക. ബാക്കിയുള്ള അഡ്മിഷൻ വിദ്യാർത്ഥികളാകാൻ ഇപ്പോൾ 2021 ആയാലും 2022, 2023 ഒക്കെ ഗൗരവമായിട്ട് കാണേണ്ടതല്ല. നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് എന്ന് വെച്ച് സപ്ലി വരണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി ചാൻസ് ഇല്ല എന്നുള്ള വിവരം പ്രധാനമായും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 3-4 വട്ടമൊക്കെ പ്രധാനമായിട്ടും ഒന്നുകൂടെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, 3-4 വട്ടമൊക്കെ സപ്ലി എഴുതിയിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ഫെയിലായിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഒന്ന് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരു എക്സാം തന്നെ പലതവണ എഴുതിയിട്ടും ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോൾ ഫെയിൽ എന്ന സ്റ്റാറ്റസ് ആകുകയും അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ്സാകുകയും ചെയ്യാറുണ്ട്. ഇത് പല വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സംഭവിക്കാറുണ്ട്. പല വിദ്യാർത്ഥികളും മോഡറേഷൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. മോഡറേഷൻ ഇല്ല, ജനറൽ മോഡറേഷൻ മാത്രമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അങ്ങനെയാണ് പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് സ്റ്റാറ്റസ് ഫെയിലാകുകയും അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പാസ് എന്ന രീതിയിലേക്ക് അത് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-4 വട്ടമൊക്കെ സപ്ലി എഴുതിയിട്ടും കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ പരീക്ഷ ഗൗരവമായിട്ട് കാണുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പുതിയ കാണുന്നവരുമായി നമസ്കൃത ഫൗണ്ടർ സ്ക്രിപ്റ്റ് ബൈ.